നിഴലും വെളിച്ചവും കൊണ്ടുള്ള ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു മാസ്മരിക വിദ്യയാണ് ഫോട്ടോഗ്രാഫി. ഞാനൊരു 14 വയസ്സിലൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കൂലിപ്പണി, അതങ്ങനെ അങ്ങ് പോയി. പിന്നീട് ഇങ്ങനെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു. ഇടയ്ക്ക് കുറച്ച് കാലം ആശാരിപ്പണി എടുത്തിട്ടുണ്ട്. പിന്നെ ലോഡിങ്ങിന് പോയിട്ടുണ്ട്, ചെറിയ തോതിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അങ്ങനെ അറിയുന്നൊന്നുമില്ല. അതിങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെ പാസ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴേ, അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവിടുത്തെ ഇതും ഇവർ ലൈറ്റ് വെക്കുന്നു, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു, അതായത് നമ്മുടെ ഒരു ഇതിനെ ഒരു കടലാസിലേക്ക് പകർത്തുകയുള്ളൂ ഒരു മാധ്യമത്തിലേക്ക്. അപ്പോൾ അതിനോട് അങ്ങനെ ഒരു താല്പര്യം തോന്നി. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് ഒരു ജീവൻ ഉള്ളതും സത്യം വിളിച്ചു പറയുന്നതാണ്. ഒരു 1000 പേജുള്ള ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുന്നതിനേക്കാൾ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട്, ഒറ്റ സ്നാപ്പ് ഫോട്ടോ, അതിലധികം കഥകൾ നമ്മളോട് പറയും. ഇത്രയും കരുത്തുള്ള ഒരു സാധനമാണ് ഈ ഫോട്ടോഗ്രാഫി. അതെ, അതുപോലെ ഫോട്ടോ എടുക്കുന്നതിനിടെ കണ്ണിൽ വേണ്ടിണ്ട്. ഇത് നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ പുറകിൽ ശ്രദ്ധിക്കില്ല, നമ്മൾ ആ എടുക്കുന്ന വസ്തുവിനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ലൈറ്റ് പോകരുത്, അത് എവിടെ വരുന്ന ലൈറ്റ് നോക്കി നിൽക്കണല്ലോ. പ്രിൻ്റ് എടുത്ത് കണ്ടപ്പോൾ ഉള്ളൊരു ആശ്വാസവും ചിരിയും അതൊരു വല്ലാത്തൊരു അനുഭവമാണ്, ഒരിക്കലും മറന്നുള്ളത്. സ്വന്തമായൊരു ക്യാമറ വേണമെന്നൊന്നുമില്ല. സ്വന്തമായ ഒരു ക്യാമറ ഇല്ലാതെ ഫോട്ടോഗ്രാഫി തുടങ്ങിയത്. സ്വന്തമായ ഒരു ക്യാമറ ഇല്ലായിരുന്നു വർഷങ്ങൾ. പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു. സ്റ്റുഡിയോയിലെ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെയും സുഹൃത്തുക്കളുടെ ഉണ്ടാവും. നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആയുധം നമ്മുടെ കയ്യിൽ വരും, വരാതിരിക്കുന്നില്ല. നിർത്താനുള്ള കാരണം എന്നെ വൈഫിനുണ്ടായ സ്ട്രോക്കാണ്. സ്ട്രോക്ക് വന്ന് പിന്നെ ഒരു സപ്പോർട്ട് വേണ്ടോ അതൊക്കെ. അപ്പം ഇത് നിർത്തി. നമ്മളുടെ ഒരു വശമാണല്ലോ, ഒരു സൈഡാണല്ലോ. വാമഭാഗം എന്നല്ലേ പറയുക, ഇടത് ഭാഗം എന്നാ പറയുക. അതിന് വലത് ഭാഗം തന്നെയാണ് എനിക്ക് പോയത് ശരിക്കും. സത്യത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ ഫോട്ടോഗ്രാഫിയെ മാറ്റി വെക്കേണ്ടി വരിക, ഒരു സപ്പോർട്ട് വരുന്നത് ഇല്ലാതെയായി പോവുക. എനിക്കൊരു വലിയ പ്രയാസമാണ്. അപ്പം എൻ്റെ ശരീരം തന്നില്ലെങ്കിൽ മാനസികമായിട്ട് തന്നെ തളർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല.